ഹായ് ഹലോ കൂട്ടുകാരെ, എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും ഉഷസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. പിന്നെ രാവിലെ ഞാൻ വീഡിയോ എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡിൻ്റെ ആൾ വന്ന് ഫോണിൽ വിളിച്ചപ്പോഴത്തേക്ക് ആ വീഡിയോ അങ്ങ് പോയി. അപ്പോൾ കൊച്ചിന് എന്താ പറയുക, കൊച്ചിന് ടിഫിൻ എടുത്ത് വെക്കുന്നതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ. പക്ഷേ ഇപ്പോൾ കൊച്ചു സ്കൂളിൽ പോയി, ആ വീഡിയോ അങ്ങ് പോയി കേട്ടോ. അപ്പോൾ ഇനി എടുക്കുന്നത് വലിയവർക്കുള്ള ടിഫിൻ എടുത്ത് വയ്ക്കുക, അടുത്ത ടിഫിൻ എടുത്ത് വയ്ക്കുന്ന വീഡിയോ. അപ്പോൾ സാമ്പാറും ഇഡ്ഡലിയാണേ. സാമ്പാറും ഇഡ്ഡലിയും എടുത്ത് വെക്കുന്നത് കാണിക്കാം. എനിക്ക് വല്ലാത്ത കൈയുടെ ഇവിടെ ഉണ്ടല്ലോ ഭയങ്കര വേദന. ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ്. കൈതേ ഇങ്ങനെ പൊക്കാനൊന്നും വയ്യ. പൊക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര വേദന. എന്താണെന്നറിയില്ല. ഇഡലി എടുത്ത് വെച്ചു. ഇനി മുട്ടയുണ്ട്, മുട്ട പിന്നെ എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും ഇവിടെ ഒരുവിധ സുഖം എന്നേ പറയുന്നുള്ളൂ. കാര്യം എൻ്റെ കൈ അനക്കാൻ വയ്യ കൂട്ടുകാരെ. ഗായ്സ് എന്ന് പറയാൻ വന്നേ കേട്ടോ. കൈക്ക് നല്ല വേദനയുണ്ട്. കൈയും കാലുമൊക്കെ ആവുമെങ്കിലല്ലേ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. വയ്യാതെ വന്നാൽ എന്ത് ചെയ്യും? ദൈവമേ, പേടിയാണ്. എവിടെങ്കിലും വേദന വരുമ്പോഴത്തേക്ക് പേടിയാണ്. കാര്യം ഒരുപാട് ബാധ്യതകളും കാര്യങ്ങളും ഉണ്ട് തീർക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ തീരാതെ ഒന്നും ആവാതെ നമുക്ക് വയ്യാണ്ട് വന്നാലേ എന്താ ചെയ്യുക? അതോർത്തിട്ട് വിഷമമുണ്ട്. എൻ്റെ മഹാദേവൻ ഒരാപത്തും വരുത്തത്തില്ല. അവരുടെ കൈ ഇങ്ങനെ, ഇടത്തെ കൈ ഇങ്ങനെ അങ്ങോട്ട് അനക്കുമ്പോഴൊക്കെ നല്ല വേദനയുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും വിചാരിക്കും എന്നും ഇതേ ഉള്ളൂ എന്ന്. വീഡിയോ ഇടണ്ടേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ജോലിയും പിന്നെ നമ്മുടെ വിശേഷങ്ങളൊക്കെ അല്ലേ പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതും ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിയും മുട്ടയും കൂടെ എടുത്ത് വെച്ചിട്ട് ഇതിനകത്ത് ഇനി അടുത്തത് സാമ്പാർ വയ്ക്കണം. സാമ്പാർ കൈക്ക് നല്ല വേദനയുണ്ട്. എനിക്ക് തോന്നുന്നു നീരും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ. പക്ഷെ ഇവിടെ ഇല്ല, ഇവിടെ ഉണ്ട് കണ്ടോ. എല്ലാവരും വിചാരിക്കും ഇതൊക്കെ എന്തിനാ വീഡിയോയിൽ പറയുന്നതെന്ന്. എൻ്റെ വിശേഷമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ആർക്കും ഒന്നും തോന്നരുതേ, ആരും പിണങ്ങരുതേ, ആരും ഒന്നും പറയരുതേ. നമ്മൾ വീഡിയോ ഇടുമ്പോൾ നമ്മുടെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞല്ലേ നമ്മൾ വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് പറഞ്ഞതാ. പിന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചോ രാവിലെ? ഉറക്കം ശരിയാവുന്നില്ല. വെളുപ്പിന് 4 മണിക്ക് എണ്ണിക്കുന്നതാണ്. കിടക്കുന്നതോ 11:30 12 മണിയാകും കിടക്കുമ്പോൾ. ഇവിടുന്ന് ചെന്ന് അവിടെ ജോലിയുണ്ടല്ലോ, അവിടെ ഫുഡ് വയ്ക്കണ്ടേ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇന്നലെ ഈ ബയോമെട്രിക് എടുക്കാൻ വേണ്ടിയിട്ട് ടൈപ്പ് സെൻറ്ററിൽ പോയി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെയ്ത് ഭയങ്കര ക്യൂവാണ്, ഭയങ്കര ആളാണ്. ചെയ്യാൻ പറ്റിയില്ല. ഇന്നിനി അത് പോയി ചെയ്യണം. അങ്ങനെ അത്രയും സമയം ഇന്നലെ പോയി, കുറേ സമയം. നമ്മൾ മൊബൈലും ഒരാളുടെ കയ്യിൽ ഞാൻ മൊബൈൽ കൊടുത്തു വിട്ടായിരുന്നു. പക്ഷേ മൊബൈൽ കൊണ്ടുപോയാൽ പോരാ, നമ്മുടെ ഫോട്ടോ വേണം. അങ്ങനെ എങ്കിലേ നമുക്കിനി അത് എടുത്തെങ്കിലേ വിസയൊക്കെ അടിക്കാൻ പറ്റത്തുള്ളൂ. വിസ അടിക്കാൻ നേരം ഇത് എടുക്കണമെന്ന് എടുത്തിരിക്കണം, അതിന് മുന്നേ എടുത്തിരിക്കണം. അപ്പം അന്നേരം കിടന്ന് ഓടണ്ടല്ലോ, അന്നേരം കിടന്ന്
ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ അത് അടുത്ത മാസം അങ്ങാണ്ട് 17-ാം തീയതി 16-ാം തീയതി വരെ അങ്ങാണ്ട് ഉള്ളത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ എടുക്കണം. അപ്പോൾ അത് ഇന്നലെ പോയിട്ട് ശരിയായില്ല. അത്രയും സമയം ഇന്നലെ എൻ്റെ പോയി. എൻ്റെ വിശേഷങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ഇത് കേൾക്കുന്നുണ്ടെ എനിക്കുള്ളവരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കും, ഇപ്പം നിന്നോട് ആരെങ്കിലും ചോദിച്ചോ ഇതൊക്കെ? ആരും ചോദിച്ചില്ലല്ലോ, നീ പിന്നെ എന്തിനാ പറയുന്നതെന്ന്. ഞാൻ പറഞ്ഞ ഓരോ വീഡിയോ എടുത്ത് കണ്ടു നോക്ക്. ഓരോരുത്തരുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അല്ലേ പറയുന്നത്. കുക്ക് ചെയ്യുന്നവർ കുക്ക് ചെയ്യും, പിന്നെ അവർക്ക് എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അത് പറയും. ഞാനതുപോലെ എൻ്റെ വിശേഷമാണ് പറഞ്ഞത്. എൻ്റെ അടുത്ത് പറഞ്ഞ എൻ്റെ അനിയത്തിയാണ്, പിന്നെ നമുക്കുള്ള 2-3 പേരുണ്ട്. അപ്പോൾ അവരെല്ലാം നമ്മുടെ കൂട്ടുകാരൊക്കെ, അവരൊക്കെ അന്നേരം പറയുന്നത്, നിന്നോട് ചോദിച്ചൊന്നുമില്ലല്ലോ അവർ, പിന്നെ നീ എന്തിനാ ഇതൊക്കെ പറയുന്നതെന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ ഫോണ്, ഞാനിടുന്ന വീഡിയോ ഞാൻ പറയൂന്ന് പറഞ്ഞു. അങ്ങനെ ആരും പിണങ്ങരുത് കൂട്ടുകാരെ കേട്ടോ. ഞാൻ എൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. അതിന് ആർക്കും ഒന്നും തോന്നരുത്. രാവിലെ വീഡിയോ ഇടണ്ടേ, രാവിലെ പുറം കാണിച്ചു തരാം. നല്ല വെയിലാണ് കണ്ടോ പുറത്ത്. രാവിലെ ഇപ്പോൾ 6:30 ആയതേ ഉള്ളൂ, 6:30 കഴിഞ്ഞു. എന്നാ വെയിലാണ് നോക്കിക്കേ. ഞാനിങ്ങനെയൊക്കെ കാണിക്കുന്നതിന് എൻ്റെ അനിയത്തിയൊക്കെ എന്നെ വഴക്ക് പറയും കേട്ടോ. അപ്പോൾ രാവിലത്തെ വിശേഷം ഇതൊക്കെ തന്നെയും. പാത്രം ഉണ്ടായിരുന്നു കഴുകാൻ, പാത്രം കഴുകി വെച്ചു. ഇനി ഈ ടിഫിൻ എടുത്ത് വയ്ക്കട്ടെ. ടിഫിനും കൂടെ എടുത്ത് വെച്ചാൽ ജോലി കഴിയുമ്പോൾ നല്ല. മൊബൈൽ വയ്ക്കാനെ കൊണ്ടൊരു സൗകര്യമില്ലെന്നേ. സ്റ്റാൻഡ് മേടിക്കണമെന്ന് പറച്ചിലേ ഉള്ളൂ. മേടിപ്പ് നടക്കുന്നുമില്ല, ഒന്നുമില്ല. എല്ലാവരും പറയുന്നുണ്ട് മൈക്ക് മേടിക്കണമെന്നും. മൈക്ക് മേടിക്കാനൊന്നും എൻ്റെ ഈ പൈസയില്ല കൂട്ടുകാരെ. പിന്നെ അതിന് മുരിങ്ങയിലത്തോരൻ വെക്കാനെ കൊണ്ട് മുരിങ്ങയില ഊരിക്കൊണ്ടിരിക്കുക കണ്ടോ. ഉച്ചക്കലത്തേതാ മുരിങ്ങയിലത്തോരൻ. തേങ്ങ തീർന്നു, തേങ്ങ ഇനി പോയി വാങ്ങിക്കണം. ചക്കക്കുരു പൊളിച്ചുകൊണ്ടിരിക്കുക കൂട്ടുകാരെ. മുരിങ്ങയിലത്തോരനും മുരിങ്ങയിലയും ചക്കക്കുരുവും കൂടെ തോരന്. അപ്പം മുരിങ്ങയില എല്ലാം കഴുകി റെഡിയാക്കി വെച്ചു. ഇനി ചക്കക്കുരു എങ്ങനെ വെച്ചാൽ കാണാൻ പറ്റത്തില്ലേ. പക്ഷെ ഞാൻ എങ്ങനെ വയ്ക്കും പോകണം. ചക്കക്കുരു പൊളിക്കുക. ചക്കക്കുരു ഇത് ഉച്ചക്കലത്തേക്കാണ് കേട്ടോ. മുരിങ്ങയില ഞാൻ കഴുകി റെഡിയാക്കി വെച്ചു. ഇനി ചക്കക്കുരു പൊളിച്ചുകൊണ്ടിരിക്കുക. തേങ്ങ കടയിൽ കിടക്കുന്നതേ ഉള്ളൂ. തോരൻ വയ്ക്കാനെ കൊണ്ട് തേങ്ങ കടയിൽ പോയി വാങ്ങിക്കണം. ഇത് ഇത്രയും ഞാൻ പൊളിച്ചു കേട്ടോ. കണ്ടോ, ചക്കക്കുരു മുരിങ്ങയിലയും കൂടെ തോരൻ അടിപൊളിയാണേ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പിന്നെ ഞാനങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ആ കുരു ഭയങ്കര കട്ടി, അത് ശകലം പൊട്ടിയതായിരുന്നു. കുഞ്ഞു കുരു കേട്ടോ, പൊളിക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ ഈ കരിന്തൊലി കളയരുത് കേട്ടോ. കരിന്തൊലി കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം പോകും. ഞാൻ കളയത്തില്ല. ഞാനീ പൊളിച്ച് വെച്ചേക്കുന്നത് അത്രയും കരിന്തൊലിയോടെ കൂടിയാണ്. നമ്മൾ ഈ പുറന്തൊലി മാത്രം കളയുക. അപ്പോൾ പൊളിച്ചെടുത്ത്. അപ്പോൾ കൂട്ടുകാരെ, ചക്കക്കുരു എല്ലാം പൊളിച്ച് കഴിഞ്ഞു. ഇനി എനിക്ക് കടയിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് കുക്ക് ചെയ്യുന്ന വീഡിയോ കാണിക്കാം. ഓക്കെ,
ഇതിപ്പോൾ ചക്കക്കുരുവൊക്കെ പൊളിച്ച് റെഡിയാക്കി ഞാൻ വെച്ചതാണ്. ഇനി ഇത് കട്ട് ചെയ്യണം. തോരന് നമ്മൾ കട്ട് ചെയ്യത്തില്ലേ, അതുപോലെ കട്ട് ചെയ്യണം. മുരിങ്ങയില കഴുകി വെച്ചു, കണ്ടോ, മുരിങ്ങയില കഴുകി വെച്ചു. അപ്പോൾ രാവിലത്തെ വിഷയമേ ഉള്ളൂ. ഇനി നമുക്ക് കടയിലൊക്കെ പോയിട്ട് വന്ന് കുക്ക് ചെയ്യുന്ന വീഡിയോ എടുക്കുക. ഓക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഞാൻ പിന്നെ ഇന്നലെ കൂഴച്ചക്ക നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇന്നലെ ഞാൻ വഴറ്റി വെച്ചായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇട്ടിട്ടില്ല, അത് ഇടാം. പിന്നെ എന്നാ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചോ? ചായയൊക്കെ കുടിച്ചോ രാവിലെ? അപ്പോൾ ഞാനും ഇനിയും ചായ ഇട്ട് കുടിക്കാൻ പോകുക. അപ്പോൾ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ഉറക്കം നിൽക്കുന്നില്ല കേട്ടോ. ഭയങ്കര ക്ഷീണവും, ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ക്ഷീണം. കാര്യം വെളുപ്പിനെ 4 മണിക്ക് എണ്ണിക്കുന്നത്. ഇവിടെ 6 മണിക്ക് ഇറങ്ങുക. 6 മണിക്കും അല്ല, ഇവിടെ 5:45 വന്നാൽ വൈകിട്ട് 6 മണി വരെയാണ്. പക്ഷേ ഇപ്പം കൊച്ചിന് ട്യൂഷൻ ഉള്ളത് കൊണ്ട് 5-5:15 പോവാം. അത് കഴിഞ്ഞ് പിന്നെ റൂമിൽ ചെന്ന് നല്ല പണിയാണ്. അവിടെയും കുക്കിംഗ് ഉണ്ടല്ലോ, നല്ല കുക്കിംഗ് ഉണ്ട്. ആ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോഴത്തേക്ക് 12 മണിയാവും. പിന്നെ എണീക്കുന്നത് വെളുപ്പിനെ 4 മണി. അപ്പോൾ പിന്നെ എങ്ങനെ ഉറക്കം ശരിയാവുന്നേ? അതുകൊണ്ട് നല്ല ക്ഷീണം, ഉറക്കം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂട്ടുക ഇടുക പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോൾ എല്ലാവരും പറയുന്നത്, എല്ലാവരും അല്ല, കമൻറ്റിലല്ല, എനിക്ക് നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ പറയുന്നത്, നിൻ്റെ ഇതൊക്കെ കേൾക്കാനാണോ കാണാനാണോ ഞങ്ങൾ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ കളിയാക്കും കേട്ടോ. അത്ര കളിയാക്കിയാലും ഞാൻ തളരില്ല. ഇല്ല, എന്താ സുപ്രിയയുടെ മുമ്പേ ചാൻസും ഒക്കെ ഇട്ടിട്ടുണ്ട്, തളരരുത് രാമൻകുട്ടി, തളരരുത് എന്ന് പറഞ്ഞിട്ട് വിട്ട് ഞാൻ തളരില്ല. ആരെന്ത് പറഞ്ഞാലും ഞാൻ വീഡിയോ ഇടും. പക്ഷെ അങ്ങ് മടിയാണ് കേട്ടോ, വീഡിയോ എടുക്കാൻ ഇപ്പോൾ അങ്ങ് മടിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരും വരേക്കും ബായ്. എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവർ ഫുള്ള് കാണണേ, കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരും വരേക്കും ബായ്. കുറേ നേരം കൊണ്ട് ബായ് പറയുക. ഓക്കെ, ബായ്.